ഹലോ സ്റ്റുഡൻസ്, എല്ലാവർക്കും പുതിയൊരു മാത്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഈ ചാപ്റ്ററിൽ ഈ പാർട്സിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് ഒരുപാട് നമ്പേഴ്സിനെ കുറിച്ച് പഠിച്ചു. അതായത് 1/2 പഠിച്ചു, 1/2 ഈക്വൽ ആയിട്ടുള്ള 2/4 പഠിച്ചു, 1/4, 3/6, അങ്ങനെ ഒരുപാട് നമ്പേഴ്സിനെ നമ്മൾ ഈ ചാപ്റ്ററിൽ കണ്ടു. അപ്പോൾ ഈ നമ്പേഴ്സിനൊക്കെ ഒരു പേരുണ്ട്, ദാറ്റ് ഈസ് കോൾഡ് ഫ്രാക്ഷൻസ്. നോക്കി, ഇതാണ് ഫ്രാക്ഷൻസ്. ദാറ്റ് ഈസ് the numbers like 1/2, 1/3, 2/3, 3/4, 1/4 used to denote parts of a whole are called fractions. അപ്പോൾ ഇത്ര നമ്പേഴ്സ്, അതായത് ഒരു ന്യൂമറേറ്റർ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ, ആ ഫോമിൽ വരുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫ്രാക്ഷൻസ്. മലയാളത്തിൽ ഈ ഫ്രാക്ഷൻസിനെ ഭിന്നസംഖ്യകൾ എന്ന് പറയും. അതായത് ഫ്രാക്ഷൻസ് ഓർ ഭിന്നസംഖ്യകൾ. ഫ്രാക്ഷൻസ് അഥവാ ഭിന്നസംഖ്യകൾ എന്താണെന്ന് നമ്മൾ പഠിച്ചില്ലേ? 1/2, 1/3, 3/4, 2/4 അങ്ങനെ എഴുതുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ ഫ്രാക്ഷൻസ് അഥവാ ഭിന്നസംഖ്യകൾ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇതുപോലെ പാർട്സ് ഓഫ് ദ ഹോളിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള നമ്പേഴ്സിനെ എടുത്തിരിക്കുന്നത്. അപ്പൊ നോക്കി, ഇനി ഈക്വൽ ആയിട്ടുള്ള ഫ്രാക്ഷൻസിനെ എങ്ങനെ കണ്ടുപിടിക്കാം? അതായത് ഒരു ഫ്രാക്ഷൻ കണ്ടുപിടിച്ചു, അതിന് ഈക്വൽ ആയിട്ടുള്ള മറ്റൊരു ഫ്രാക്ഷനെ നമുക്ക് എങ്ങനെ എഴുതാം? അതാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ആദ്യം തന്നെ നമ്മൾ പഠിച്ചു 1/2 കുറിച്ചാണ്. 1/2 ഈക്വൽ ആയിട്ടുള്ള ഒരു ഫ്രാക്ഷൻ നമ്മൾ എഴുതിയായിരുന്നു. ദാറ്റ് ഈസ് 1/2 ഈക്വൽ ടു 2/4. ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ പഠിച്ചിരുന്നു 1/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 2/4 ആണ്. അതുപോലെ അടുത്ത കൺക്ലൂഷൻ ആയിട്ട് നമ്മൾ പഠിച്ചത് 1/2 ഈക്വൽ ടു എന്തായിരുന്നു? 3/6 ആയിരുന്നു. 1/2 അല്ലെങ്കിൽ 2/1 ഈക്വൽ ടു 4/2 ആണ്. അതുപോലെ 2/1 ദാറ്റ് ഈസ് ഈക്വൽ ടു 6/3 ഭാഗം നമ്മൾ ഓൾറെഡി ആദ്യത്തെ വീഡിയോയിൽ പഠിച്ചതാണ്. ഇപ്പൊ 1/2 ഈക്വൽ ആയിട്ടുള്ള ഒരു ഫ്രാക്ഷൻസ് ആണ് ഈ 2/4ഉം 3/6. അങ്ങനെയാണെങ്കിൽ 1/4 ഈക്വൽ ആയിട്ടുള്ള ഒരു ഫ്രാക്ഷൻസിനെ നിങ്ങൾക്ക് പറയാനായിട്ട് സാധിക്കുമോ? അല്ലെങ്കിൽ 1/8 ഈക്വൽ ആയിട്ടുള്ള മറ്റൊരു ഫ്രാക്ഷനെ കാണാനായിട്ട് സാധിക്കുമോ? അതെങ്ങനെ കണ്ടുപിടിക്കുക എന്നാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി ആദ്യം നമ്മളൊരു ഫ്രാക്ഷൻ എടുക്കുന്നു, 2/4. ഫ്രാക്ഷൻ അല്ലെങ്കിൽ ഭിന്നസംഖ്യയാണ് 2/4. അപ്പൊ നോക്കി, ഈ ഫ്രാക്ഷന് ഒരു ന്യൂമറേറ്ററും ഉണ്ട്, ഡിനോമിനേറ്ററും ഉണ്ട്. അതായത് ന്യൂമറേറ്റർ എന്ന് പറഞ്ഞാൽ അംശം, ഡിനോമിനേറ്റർ എന്ന് പറഞ്ഞാൽ ഛേദം. അപ്പൊ ഇവിടുത്തെ ന്യൂമറേറ്റർ അല്ലെങ്കിൽ ഡിനോമിനേറ്റർ 2 ആണ്, ഛേദം അല്ലെങ്കിൽ ഡിനോമിനേറ്റർ 4 ആണ്. അപ്പൊ ഇതിന് ഈക്വൽ ആയിട്ടുള്ള മറ്റൊരു ഫ്രാക്ഷനെ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? അപ്പൊ ഇവിടെ ശ്രദ്ധിച്ചേ, ഈ 2 ന്യൂമറേറ്റർ, 4 ഡിനോമിനേറ്റർ. ഒരേ സംഖ്യ കൊണ്ട് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്യോ ഡിവൈഡ് ചെയ്യോ ചെയ്യുകയാണെങ്കിൽ ഇതിന് ഈക്വൽ ആയിട്ടുള്ള ഒരു ഫ്രാക്ഷൻസിനെ നമുക്ക് കിട്ടും. അതായത് ഒന്നുകൂടെ പറയുകയാണെങ്കിൽ, ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും അംശത്തിലും ഛേദത്തിലും ഒരേ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ, നമുക്ക് ആദ്യം ഡിവൈഡ് ചെയ്യുന്ന എടുക്കാം. ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഇതിന് ഈക്വൽ ആയിട്ടുള്ള ഒരു ഫ്രാക്ഷനെ കിട്ടും. അപ്പൊ നമുക്ക് ആദ്യം ഏത് നമ്പറിനെ എടുക്കാം? നമുക്കിപ്പോ 2 എടുക്കാം. ഇപ്പൊ നോക്കി, ന്യൂമറേറ്ററിൽ ഞാൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അതേ നമ്പർ കൊണ്ട് തന്നെ ഡിനോമിനേറ്റർ അല്ലെങ്കിൽ ഛേദത്തിലും ഡിവൈഡ് ചെയ്യുന്നു. ഇനി ഇവിടെ ശ്രദ്ധിച്ചേ, 2നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ എത്ര ആൻസർ കിട്ടും? 1. അതുപോലെ 4നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ എത്ര ആൻസർ കിട്ടും? 2. അപ്പൊ നമുക്ക് 1/2 എന്ന് കിട്ടി. അതായത് 2/4ഉം 1/2ഉം ഈക്വൽ ആണെന്ന് കിട്ടി. ഇനി 2/4നോട് ഈക്വൽ ആയിട്ടുള്ള മറ്റൊരു ഫ്രാക്ഷനെ കണ്ടുപിടിച്ചാലോ? ഇവിടെ എന്ത് ചെയ്താൽ മതി? 2/4 എന്ന് പറയുമ്പോൾ ന്യൂമറേറ്റർ 2ഉം ഡിനോമിനേറ്റർ 4ഉം ആണ്, അല്ലെങ്കിൽ അംശം 2ഉം ഛേദം 4ഉം ആണ്. അപ്പൊ ഏതെങ്കിലും ഒരേ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യോ മൾട്ടിപ്ലൈ ചെയ്യോ ചെയ്താൽ അതിന് ഈക്വൽ ആയിട്ടുള്ള മറ്റൊരു ഫ്രാക്ഷനെ കിട്ടും. അപ്പൊ നമ്മൾ ആദ്യം 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു, അതിന് ഈക്വൽ ആയിട്ടുള്ള ഒരു ഫ്രാക്ഷനെ കിട്ടി. ഇനി നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ന്യൂമറേറ്ററിലും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഡിനോമിനേറ്ററിലും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ നോക്കി, 2 × 2 എത്രയായിട്ട് മാറി? 4. ഡിവൈഡഡ് ബൈ 4 × 2 8. നമുക്ക് ഇവിടെ നിന്ന് എന്ത് കിട്ടി? 2/4ഉം 4/8ഉം ഈക്വൽ ആയിട്ടുള്ള ഫ്രാക്ഷൻസ് ആണ്. അപ്പം ഇതേ രീതിയിൽ ഒരേ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യോ അല്ലെങ്കിൽ ഒരേ നമ്പർ കൊണ്ട് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്യോ ചെയ്താൽ ഒരു ഫ്രാക്ഷൻ ഈക്വൽ ആയിട്ടുള്ള മറ്റൊരു ഫ്രാക്ഷനെ നമുക്ക് കിട്ടും. ഇനി മറ്റൊരു ഫ്രാക്ഷൻ ആണ് 3/6. 3/6ന് ഈക്വൽ ആയിട്ടുള്ള മറ്റൊരു ഫ്രാക്ഷൻ എങ്ങനെ കണ്ടുപിടിക്കാം? ഒരേ നമ്പർ കൊണ്ട് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്യോ ഡിവൈഡ് ചെയ്യോ ചെയ്യുകയാണെങ്കിൽ ഇതിന് ഈക്വൽ ആയിട്ടുള്ള മറ്റൊരു ഫ്രാക്ഷനെ കിട്ടും. അപ്പൊ ഇവിടെ ശ്രദ്ധിച്ചേ,
ആദ്യത്തെ ക്വസ്റ്റ്യനിൽ അല്ലെങ്കിൽ 1/2 2/4 ഈക്വൽ ആയിട്ടുള്ള ഫ്രാക്ഷനെ കണ്ടുപിടിക്കാൻ നമ്മൾ 2 വെച്ച് ഡിവൈഡ് ചെയ്തു. പക്ഷെ ഇവിടെ 2 വെച്ച് ഡിവിഷൻ നടക്കുമോ? 3നെ 2 വെച്ച് ഡിവൈഡ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുമോ? ഇല്ല. അപ്പൊ നമ്മൾ അടുത്ത നമ്പർ എടുക്കണം. 2 കഴിഞ്ഞുള്ള അടുത്ത നമ്പർ 3. അപ്പൊ 3 നോക്കിയേ, 3 വെച്ച് 3നെ ഡിവൈഡ് ചെയ്യാം. അത് മാത്രം പോരാ, ഡിനോമിനേറ്റർ കിടക്കുന്ന നമ്പറിനെ കൊണ്ടും 3 വെച്ച് ഡിവൈഡ് ചെയ്യാനായിട്ട് സാധിക്കണം. അപ്പൊ 6 കൊണ്ട് 3നെ ഡിവൈഡ് ചെയ്യാൻ സാധിക്കുമോ? സാധിക്കും. അപ്പൊ നമുക്ക് 3 എടുക്കാം. സോ ഡിവൈഡഡ് ബൈ 3, ന്യൂമറേറ്ററും ഡിവൈഡഡ് ബൈ 3, ഡിനോമിനേറ്ററിനെയും ഡിവൈഡഡ് ബൈ 3 ചെയ്യുന്നു. 3നെ 3 വെച്ച് ഡിവൈഡ് ചെയ്താൽ ആൻസർ എത്രയാണ്? 1. 6നെ 3 വെച്ച് ഡിവൈഡ് ചെയ്താലോ? 2. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 3/6ന് ഈക്വൽ ആയിട്ടുള്ള മറ്റൊരു ഫ്രാക്ഷൻ 1/2 ആയിട്ട് കിട്ടി. അപ്പൊ ഡിനോമിനേറ്ററിലും ന്യൂമറേറ്ററിനെയും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ വെച്ച് നമുക്ക് ഡിവൈഡ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. എങ്കിൽ മാത്രമേ അതിന് ഈക്വൽ ആയിട്ടുള്ള ഒരു ഫ്രാക്ഷൻസിനെ കിട്ടത്തുള്ളൂ. ഇനി അടുത്ത മറ്റൊരു രീതിയിൽ 3/6നോട് ഈക്വൽ ആയിട്ട് മറ്റൊരു ഫ്രാക്ഷൻ എങ്ങനെ കണ്ടുപിടിക്കാം? ഏതെങ്കിലും ഒരു നമ്പറും ഉണ്ട്, 2 ആവണമെന്നില്ല, 3 ആവണമെന്നില്ല, ഏത് നമ്പർ വെച്ചാണെങ്കിലും ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇതിൽ ഈക്വൽ ആയിട്ടുള്ള മറ്റൊരു ഫ്രാക്ഷനെ കിട്ടും. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ 2 വെച്ചാണ് മൾട്ടിപ്ലൈ ചെയ്തത്. ഇത് നമുക്ക് 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം, 4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം, 5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം, ഏത് നമ്പർ വെച്ച് വേണമെങ്കിലും മൾട്ടിപ്ലൈ ചെയ്യാം. ഇപ്പൊ നമുക്ക് 5 എടുക്കാം. ഒരേ നമ്പർ കൊണ്ട് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. സോ 5 വെച്ച് ന്യൂമറേറ്ററിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഡിനോമിനേറ്ററിലും 5 വെച്ച് തന്നെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ ആൻസർ എത്ര കിട്ടും? 3 × 5 15. 15 ഡിവൈഡഡ് ബൈ 6 × 5 30. അപ്പൊ നമുക്ക് മറ്റൊരു ഫ്രാക്ഷൻ കിട്ടി, 15 ഡിവൈഡഡ് ബൈ 30. അതായത് 3/6നോട് ഈക്വൽ ആയിട്ടുള്ള മറ്റൊരു ഫ്രാക്ഷൻ ആണ് 15 ഡിവൈഡഡ് ബൈ 30. ഇങ്ങനെ പല രീതിയിൽ ഈക്വൽ ഫ്രാക്ഷൻസിനെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. അതായത് ഈക്വൽ ആയിട്ടുള്ള ഒരു ഫ്രാക്ഷനെ കണ്ടുപിടിക്കാൻ മൾട്ടിപ്ലൈ ചെയ്യാനാണെങ്കിൽ ഏതൊരു നമ്പർ വെച്ച് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഒരേ നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഡിവിഷൻ നടക്കുമ്പോൾ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പറെ നമുക്ക് ഡിവൈഡ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അല്ലെങ്കിൽ ഈക്വൽ ആയിട്ടുള്ള ഫ്രാക്ഷൻസ് നമുക്ക് കിട്ടത്തില്ല. ഇനി നമുക്ക് എക്സസൈസ് ക്വസ്റ്റ്യൻസ് ചെയ്യാം. പേജ് നമ്പർ 65 നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് കാണാനായിട്ട് സാധിക്കും. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. The pictures below show a circle divided into 8 equal parts and colored 2 at a time. സോ നിങ്ങൾക്ക് താഴെ കുറെ പിക്ചേഴ്സ് തന്നിട്ടുണ്ട് സർക്കിളിന്റെ. ഇവിടെ ആദ്യത്തെ സർക്കിൾ മാത്രമേ ഇവിടെ വരച്ചിട്ടുള്ളൂ. അപ്പൊ അവിടെ ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. ഒരു സർക്കിളിനെ 8 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. Describe the colored part in each of the 2 different ways and write both of them as fractions. അപ്പം ഈ കളർ ചെയ്തേക്കുന്ന പോർഷനെ നിങ്ങൾ രണ്ട് രീതിയിൽ നിങ്ങൾ ഡിസ്ക്രൈബ് ചെയ്യുക, അല്ല 2 രീതിയിൽ അതിനെ പറയണം. അതുപോലെ ബോത്ത് ഓഫ് ദം, അതിനെ രണ്ടുപേരെ ഫ്രാക്ഷൻസ് ആയിട്ടും പറയണം. അപ്പൊ ഇതിനെ എങ്ങനെ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാം? ഈ സർക്കിളിലേക്ക് ശ്രദ്ധിച്ചേ, ഇതിനെ 8 ഈക്വൽ പാർട്സ് ആയിട്ട് ഈ സർക്കിളിനെ ഡിവൈഡ് ചെയ്തിരിക്കുക. അതിൽ എത്ര ഭാഗം ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്? 2 ഭാഗം ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിനെ എങ്ങനെ നമുക്ക് ഇതിന്റെ ആൻസർ എഴുതാം? ഇതിന്റെ ഫ്രാക്ഷൻ എങ്ങനെ പറയാം? 2 ഡിവൈഡഡ് ബൈ 8 എന്ന് പറയാം. അല്ലെങ്കിൽ മറ്റൊരു വഴിയുണ്ട്. നമ്മള് ഇതിൽ ഒരു ഭാഗം എത്രയാണ്? ഒരു സർക്കിളിനെ 8 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്താൽ അതിൽ ഒരു ഭാഗം 8/1, അല്ലെങ്കിൽ ഒരു ഭാഗം 1/8 ആണ്. അപ്പൊ ഈ ഭാഗം എത്രയായിരിക്കും? ഇത് വീണ്ടും 1/8 ആണ്. അത് നമുക്കറിയാം. അതുപോലെ 2 തവണ 1/8 എടുക്കുന്നത്, അല്ലെങ്കിൽ 2 times 1/8 എടുത്താൽ അതെന്തായിട്ട് മാറും? 2 × 1/8 ദാറ്റ് ഈസ് ഈക്വൽ ടു 2/8 ആയിട്ട് മാറും. അപ്പൊ ആ രീതിയിലും ചിന്തിക്കാം. അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ചിന്തിക്കാം. ഒരു സർക്കിളിനെ 8 ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തു, അതിൽ 2 ഭാഗങ്ങൾ എടുക്കുകയാണ്, അല്ലെ 2 ഭാഗം ഷെയ്ഡ് ചെയ്താൽ അതിന്റെ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് 2/8 ആണ്. അപ്പൊ 2 രീതിയിൽ നിങ്ങൾക്ക് അതിന്റെ ആൻസർ കണ്ടുപിടിക്കാം. അപ്പൊ നമ്മൾ ഒരു ഫ്രാക്ഷൻ കണ്ടുപിടിച്ചു, ഇത് 2/8. ഇനി ഇതിനെ മറ്റൊരു രീതിയിലും കൂടെ ഡിസ്ക്രൈബ് ചെയ്യണം. എങ്ങനെ നമുക്ക് റീഡ് ചെയ്യാം? അപ്പൊ നമുക്ക് പറയാം 2 parts of the circle which is divided into 8 equal parts. അതായത് 2 parts of the circle which is divided into 8 equal parts. 2 രീതിയിൽ ഡിസ്ക്രൈബ് ചെയ്യണം എന്ന് പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു രീതിയിലും കൂടെ പറയുന്നത്. അതായത് 8 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്ത ഒരു സർക്കിളിന്റെ 2 പാർട്സ് ഓഫ് ദ സർക്കിൾ, 2 പാർട്സ് എടുക്കുന്നു. ഇതാണ് ഇതിന്റെ അർത്ഥം. അതായത് ഒരു സർക്കിളിനെ 8 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു, അതിൽ 2 ഭാഗങ്ങൾ എടുക്കുന്നു. അതാണ് ഈ ഒരു സെന്റൻസിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ ഇതിന്റെ
2/8 എന്നും പറയാം. അതുപോലെ 2 parts of the circle which is divided into 8 equal parts എന്നും നമുക്ക് പറയാം. അപ്പൊ നമ്മൾ ഒരു ഫ്രാക്ഷനും കണ്ടുപിടിച്ചു, അതിനെ റീഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്നും കണ്ടു. ഇനി നമുക്ക് ഇതിന് ഈക്വൽ ആയിട്ടുള്ള, അതായത് 2/8ന് ഈക്വൽ ആയിട്ടുള്ള മറ്റൊരു ഫ്രാക്ഷനെ കണ്ടുപിടിക്കണം, അതുപോലെ റീഡ് ചെയ്യുന്നതും കാണിക്കണം. അപ്പം അങ്ങനെയാണ് രണ്ട് ഫ്രാക്ഷൻസിനെ അത് റീഡ് ചെയ്യുന്നത്. അങ്ങനെ രണ്ട് രീതിയിൽ ഡിസ്ക്രൈബ് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. അപ്പൊ 2/8ന് ഈക്വൽ ആയിട്ടുള്ള മറ്റൊരു ഫ്രാക്ഷനെ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഇപ്പൊ നമ്മൾ ആദ്യത്തെ ഭാഗങ്ങളിലൊക്കെ കണ്ടിരുന്നു, ഫസ്റ്റ് വീഡിയോയിലൊക്കെ കണ്ടിരുന്നു 2/4നോട് ഈക്വൽ ആയിട്ടുള്ളത് 1/2 ആണ്, 3/6നോട് ഈക്വൽ ആയിട്ടുള്ളത് 1/2 ആണ്. അങ്ങനെയുള്ള പല രീതിയിൽ നമ്മൾ കണ്ടു. അതുപോലെ 2/8നോട് ഈക്വൽ ആയിട്ടുള്ളത് എങ്ങനെയാണ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? അതിനോട് ഈക്വൽ ആയിട്ടുള്ള ഒരു ഫ്രാക്ഷൻ എന്തൊക്കെ? 2ന്റെ പകുതി എത്രയാണ്? 1. 8ന്റെ പകുതി എത്രയാണ്? 4. സോ 1/4 എന്ന് പറയുന്ന ഒരു ഫ്രാക്ഷൻ കിട്ടും. സോ 2/8ഉം 1/4ഉം ഈക്വൽ ആണ്. സോ ആദ്യം നമ്മൾ പഠിച്ച പാർട്ടിലെല്ലാം ഇതുപോലായിരുന്നു. ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത് മുകളിലും താഴെയും, അതുപോലെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും 2 വെച്ച് ഡിവൈഡ് ചെയ്യണം, അല്ലെങ്കിൽ 2 വെച്ച് ഹരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പം ഇതിന്റെ വാല്യൂ മാറത്തില്ല, ഈ ഫ്രാക്ഷന്റെ വില മാറത്തില്ല. അപ്പൊ 2/8നോട് ഈക്വൽ ആയിട്ടുള്ള മറ്റൊരു ഫ്രാക്ഷനാണ് 1/4. അപ്പം ഒരു ഫ്രാക്ഷനോട് ഈക്വൽ ആയിട്ടുള്ള മറ്റൊരു ഫ്രാക്ഷൻ കണ്ടെത്താൻ പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ മതി. സോ 2/8 2ന്റെ പകുതി എടുക്കുക എന്ന് പറഞ്ഞാൽ 2നെ 2 വെച്ച് ഡിവൈഡ് ചെയ്യുന്നു. സോ 2ന്റെ പകുതി ദാറ്റ് ഈസ് 1. അതുപോലെ 8ന്റെ പകുതി, അല്ലെങ്കിൽ 8 ഡിവൈഡഡ് ബൈ 2 ദാറ്റ് ഈസ് 4. ഇപ്പൊ 2/8നോട് ഈക്വൽ ആയിട്ടുള്ള മറ്റൊരു ഫ്രാക്ഷൻ നിങ്ങൾക്ക് കിട്ടി, ദാറ്റ് ഈസ് 1/4. ഇനി ഈ 1/4നെ നമുക്ക് എങ്ങനെ ഇതുപോലെ പറയാം? 1 part of the circle which is divided into 4 equal parts. അതായത് 2/8നെ നമ്മൾ പറഞ്ഞത് 8 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തതിൽ 2 ഭാഗം. ഇവിടെ നമ്മൾ വരുമ്പോൾ പറയേണ്ടത് 4 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തതിൽ 1 ഭാഗം. അങ്ങനെയാണ് പറയേണ്ടത്. അപ്പൊ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം? 1 part of the circle, 1 part of the circle which is divided into 4 equal parts. നമുക്കിങ്ങനെ രണ്ട് രീതിയിൽ നമുക്ക് ഈ ഫ്രാക്ഷൻസിനെ കണ്ടുപിടിക്കാനും അത് എക്സ്പ്ലെയിൻ ചെയ്യാനും സാധിച്ചു. അപ്പൊ നമ്മൾ ആദ്യത്തെ സർക്കിളിന്റെ ആൻസർ കണ്ടുപിടിച്ചു. ഇനി രണ്ടാമത്തെ സർക്കിളിലേക്ക് പോവാം. അപ്പൊ നോക്കിയാ, രണ്ടാമത്തെ സർക്കിളിനെ 8 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. അവിടെ എത്ര ഭാഗം ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്? 4 പാർട്ട് ഷെയ്ഡ് ചെയ്തിട്ടുണ്ടല്ലേ. അപ്പൊ നേരെ നോക്കുമ്പോൾ നമുക്ക് ഇതിന്റെ ഒരു ഫ്രാക്ഷൻ കണ്ടുപിടിക്കാം. അതേതാ? ടോട്ടൽ 8 പാർട്സ് ഉണ്ട്, അതിൽ 4 എണ്ണം ഷെയ്ഡ് ചെയ്ത ആ ഫ്രാക്ഷൻ നമുക്ക് എന്ത് പറയാം? 4 ഡിവൈഡഡ് ബൈ 8 എന്ന് പറയാം, അല്ലെങ്കിൽ 8ൽ 4 ഭാഗമാണെന്ന് നമുക്ക് പറയാം. പടം കാണുമ്പോഴേ നമുക്ക് കിട്ടുന്നതാണ് ഈ ഫ്രാക്ഷൻസ്. അപ്പൊ നോക്കിയാൽ ഈ ഫ്രാക്ഷൻ ഈക്വൽ ആയിട്ടുള്ള മറ്റൊരു ഫ്രാക്ഷൻ പറയാമോ? നമ്മൾ ആദ്യത്തെ സർക്കിളിന്റെ പഠിച്ച പോലെ തന്നെ ഈക്വൽ ആയിട്ടുള്ള ഒരു ഫ്രാക്ഷൻ എങ്ങനെ എഴുതാം? 4ന്റെ പകുതി 2 ആയിട്ടും പറയാം, 8ന്റെ പകുതി 4 ആയിട്ടും പറയാം. സോ 4/8ഉം 2/4ഉം രണ്ടും ഈക്വൽ ഫ്രാക്ഷൻസ് ആണ്. അതുപോലെ തന്നെ 2/4നോട് ഈക്വൽ ആയിട്ടുള്ള മറ്റൊരു ഫ്രാക്ഷൻ പറയാമോ? 2ന്റെ പകുതി 1ഉം 4ന്റെ പകുതി 2ഉം 1/2 നമുക്ക് വീണ്ടും പറയാം. അപ്പൊ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് 2 ഫ്രാക്ഷൻസ് മതി, അതുകൊണ്ട് നമുക്ക് 2 എണ്ണം എടുക്കാം, 4/8ഉം 2/4ഉം. അപ്പം ഈ ഈക്വൽ ആയിട്ടുള്ള 2 ഫ്രാക്ഷൻസ് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി ഇതിനെ എങ്ങനെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം? ആദ്യത്തെ ക്വസ്റ്റ്യനിൽ കണ്ടുപോലെ തന്നെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ദാറ്റ് ഈസ് 4 parts of the circle which is divided into 8 equal parts. അതായത് 4/8നെയാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത്. ഒരു സർക്കിളിനെ 8 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തതിൽ 4 പാർട്സ്. അതാണ് 4 parts of the circle which is divided into 8 equal parts. അങ്ങനെയാണെങ്കിൽ എങ്ങനെ നമുക്ക് 2/4നെ എക്സ്പ്ലെയിൻ ചെയ്യാം? 4 ഈക്വൽ പാർട്സ് ആയിട്ട് ഒരു സർക്കിളിനെ ഡിവൈഡ് ചെയ്യുന്നു, അതിൽ 2 പാർട്ട് എടുക്കുന്നു. അപ്പൊ നമുക്ക് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം? 2 parts of the circle which is divided into 4 equal parts. അപ്പൊ ആദ്യത്തെ ഫ്രാക്ഷനെ നമുക്ക് ഈ രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം, അതുപോലെ രണ്ടാമത്തെ ഫ്രാക്ഷനെ ഈ രീതിയിലും എക്സ്പ്ലെയിൻ ചെയ്യാം. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പൊ നമ്മുടെ മൂന്നാമത്തെ സർക്കിൾ ഇതാണ്.
അപ്പൊ ഇവിടെ എത്ര ഈക്വൽ പാർട്സ് ആയിട്ടാണ് സർക്കിളിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്? 8 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. അതിൽ എത്ര പാർട്ട് ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്? 1 2 3 4 5 6 പാർട്സ് ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഫ്രാക്ഷൻ എങ്ങനെയായിരിക്കും? 6 ഡിവൈഡഡ് ബൈ 8 ആണ്, ആണല്ലോ. അപ്പൊ നമുക്ക് അതുപോലെ തന്നെ ഇതിന് ഈക്വൽ ആയിട്ടുള്ള മറ്റൊരു ഫ്രാക്ഷൻ എങ്ങനെ കണ്ടുപിടിക്കാം? 6ന്റെ പകുതി 3 ആയിട്ട് എഴുതാം. 8ന്റെ പകുതി 4. സോ 6/8 ഈക്വൽ ആയിട്ടുള്ള മറ്റൊരു ഫ്രാക്ഷൻ ആണ് 3/4. ഇനി ഇതിനെ നമുക്ക് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം? ഫസ്റ്റ് 6/8 എക്സ്പ്ലെയിൻ ചെയ്യുന്നു. അതായത് 6/8 എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു സർക്കിളിനെ 8 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തു, അതിൽ 6 പാർട്ട് എടുക്കുന്നു. അതായത് 6 പാർട്ട് ഓഫ് ദി സർക്കിൾ which is 3/4 എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം? 3 parts of the circle which is divided into 4 equal parts. അപ്പൊ ഇങ്ങനെ രണ്ട് രീതിയിൽ, രണ്ട് ഫ്രാക്ഷൻ ആയിട്ടും രണ്ട് രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടും സാധിക്കും. അപ്പൊ എല്ലാവർക്കും ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ മനസ്സിലായില്ലേ? ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ഇപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.